അപ്പോൾ ഇന്ന് രാവിലെ വന്നിരിക്കുന്ന നമ്മുടെ കുറച്ച് വീട്ടുവിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണേ. അപ്പം എല്ലാ ദിവസവും ഓരോ ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ടല്ലേ. ഇന്ന് കുറച്ച് വീട്ടുവിശേഷങ്ങളൊക്കെ ആയേക്കെന്ന് വിചാരിച്ച്. ഇപ്പം കുറേ ദിവസങ്ങളൊക്കെ കൊണ്ട് രാവിലെയുള്ള എണീരൊക്കെ കണക്കാണ് കേട്ടോ. വയ്യതൊക്കെ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ വെളുപ്പിന് എണീക്കുന്ന ആളാണ് കേട്ടോ. എനിക്ക് വെളുപ്പിന് എണീക്കുന്നതാണ് ഭയങ്കര ഇഷ്ടമാണ്. വെളുപ്പിനെ എണീറ്റ് ആരെയും വിളിക്കൊന്നും ചെയ്ത് ഒറ്റയ്ക്ക് എണീക്കണം. എണീറ്റേച്ച് വെളിയിലോട്ടൊക്കെ നോക്കി കുറേ നേരം പ്രകൃതിയൊക്കെ നോക്കി നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് രാവിലെ എണീറ്റ് ഞാൻ കുറച്ച് നേരമൊക്കെ മുറ്റത്തൂടെയൊക്കെ നടക്കുകയും എല്ലാം ഒന്ന് നോക്കുകയൊക്കെ ചെയ്തതിന് ശേഷം അടുപ്പിൽ തീ കത്തിച്ചേക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇന്ന് അടുപ്പയിലാക്കിയേക്കാമെന്ന് വിചാരിച്ചേ. അപ്പം നമ്മൾ അടുപ്പിൽ രാവിലെ തീ കത്തിക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ രാവിലത്തെ കുറേ പണികളൊക്കെ പെട്ടെന്ന് അങ്ങ് തീരും കേട്ടോ. എന്നുവെച്ചാൽ തീ അണയുന്നതിന് മുമ്പ് അടുത്ത് നമ്മൾ പെട്ടെന്ന് അടുപ്പിലോട്ടങ്ങാക്കും. അപ്പം അടുപ്പിലോട്ട് ഞാനെന്നാൽ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചേക്കുവാണെങ്കിൽ അവിടെ തിളയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബാക്കി കാര്യങ്ങൾ നടക്കുകയൊക്കെ ചെയ്യുകയും ചെയ്യും. അപ്പം അവിടെ നിന്ന് അങ്ങ് വേഗം ചെയ്തുള്ളൂ. ദോശ വയ്ക്കുമ്പോഴത്തേക്കും നമ്മളവിടെ നിന്ന് നോക്കി വേണം നിൽക്കാനായിട്ട്. ഇതാകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ടെൻഷനില്ല. തീ കത്തിച്ചങ്ങ് പോയാൽ അവിടെ നിന്ന് അങ്ങ് വെന്തോളും. അപ്പോൾ അങ്ങനെ അടുപ്പിൽ തീ കത്തിച്ചുകൊണ്ടപ്പോഴത്തേക്കും നമ്മുടെ പുകയില്ലാത്ത അടുപ്പെന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ചില സമയത്ത് ഭയങ്കരമായിട്ടും പുക തിരിച്ച് വെളിയിലോട്ടിങ്ങി വന്ന് അവിടെ മുഴുവൻ അങ്ങ് ആകും കേട്ടോ. അപ്പോൾ അതൊന്ന് ശരിയാക്കാൻ വേണ്ടി ഞാൻ വെളിയിലോട്ടൊന്നിറങ്ങിയാണ്. നേരത്തേക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിന് മേളിൽ കയറിയതിന് ശേഷം അവിടെ അതിൻ്റെ ആ ഒരു കുഴലുണ്ടല്ലോ, ഈ പുകയില്ലാത്ത അടുപ്പിൻ്റെ അതിൻ്റെ തൊപ്പിയൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ഉണ്ടല്ലോ അതിലേക്കൂടെ ഇങ്ങനെ കല്ലൊക്കെ ഒരു കവറിനകത്ത് കെട്ടിയിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെയും ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ചാനലിലൂടെ നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് എന്നോട് പറഞ്ഞത്, ചേച്ചി അങ്ങനെ ചെയ്യേണ്ട, ഇങ്ങനെ ചെയ്താലും മതി, അതിനകത്ത് ആ ഒരു പേപ്പർ ഒരെണ്ണം കത്തിച്ച് വെച്ചാൽ മതി, അതിനകത്തുള്ള പുകയൊക്കെ ആ കുഴലിൽ കൂടെ തന്നെ അങ്ങ് പൊക്കോളുന്നുണ്ട്. അന്ന് ആ പറഞ്ഞു തന്നതിന് ശേഷം പിന്നെ ഇതുവരെ ഞാൻ മേളിലായിട്ട് തൊപ്പി ഊരേണ്ടി എനിക്ക് വന്നിട്ടില്ല കേട്ടോ. മറ്റേത് ഇച്ചിരി പ്രയാസം എന്നിട്ട് അതിൻ്റെ തൊപ്പി ഊരി മാറ്റി വെച്ച് അതിനകത്തോട്ട് ഇട്ടൊന്ന് 2-3 പ്രാവശ്യം നമ്മൾ ഈ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയല്ലേ എന്ന് പറഞ്ഞാൽ മേള് വരെ കൊണ്ടുവരണം, താഴെ വരെ കൊണ്ടുവരണം, അങ്ങനെ ഇട്ട് വലിച്ചു എടുത്തുമൊക്കെ വേണമായിരുന്നു കളയാനായിട്ട്. കയറ് കെട്ടിയാണ് കവറിനകത്ത് ഇച്ചിരി കല്ലോ അല്ലെങ്കിൽ ഇച്ചിരി മണ്ണോ ഒക്കെ ഇട്ട് ആ കവർ അതിനകത്തോട്ട് ഇറക്കി മേളിലോട്ടും താഴെ എടുത്ത് അങ്ങനെയായിരുന്നു ചെയ്യുന്നത്. പക്ഷേ ഇതിങ്ങനെ പറഞ്ഞു തന്നതിന് ശേഷം ഉണ്ടല്ലോ എനിക്ക് നല്ല എളുപ്പമായിട്ടുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് അടുപ്പിൽ തീ കത്തിക്കാമെങ്കിൽ വലിയ കുഴപ്പമില്ല കേട്ടോ. ഈ ഇടയ്ക്കൊക്കെ ഒന്ന് കത്തിക്കുമ്പോഴേ ഉള്ളൂ. ഇവിടെ അടുപ്പിൽ തീ കത്തിക്കുന്നത് ഞാനേ ഉള്ളൂ, അല്ലാതെ വേറെ ആരും അടുപ്പിലോട്ട് സൈഡിലോട്ട് നോക്കാനേ പോകത്തില്ല. അപ്പോൾ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇഡ്ഡലിക്കുള്ള മാവൊക്കെ കോരി ഒഴിച്ചതിന് ശേഷം ഇനി എല്ലാവരും ഓരോരുത്തരെയൊക്കെ വിളിച്ചൊക്കെ എണീപ്പിക്കാനായിട്ട് തുടങ്ങുവാണ്. അപ്പം എല്ലാവരും ഒക്കെ ചേട്ടൻ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ വേറെ വീട്ടിൽ ആരെയും നിർത്തില്ല, എല്ലാവരും വിളിച്ചെണീപ്പിക്കും. പിള്ളേരാണെങ്കിലും എല്ലാം. പിന്നെ ആരും ഇടയ്ക്ക് ചേട്ടൻ എണീറ്റ് വന്നിട്ടുണ്ട്, എന്നെടുക്കോ പരിപാടി എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറയുമ്പോൾ ഈ അടുക്കളയിലോട്ട് കയറി തന്നിട്ട്. അപ്പോൾ അങ്ങനെ ഇഡ്ഡലിക്കുള്ള മാവൊക്കെ ഒഴിച്ച് വെച്ചതിന് ശേഷം ഞാൻ തന്നെ സാമ്പാറാക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ നമുക്ക് ഉച്ചക്കത്തേക്കുള്ള കറിയും കൂടെ റെഡി ആവുമല്ലോ. അപ്പോൾ അങ്ങനെ സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം എടുത്ത് ഞാനൊന്ന് റെഡിയാക്കാനായിട്ട് തുടങ്ങുവാണ്. അന്നേരത്തേക്ക് പിന്നെ എല്ലാവരും ഓരോരുത്തർ എണീറ്റൊക്കെ വന്നു. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റ് വന്നപ്പോഴത്തേക്ക് എല്ലാവരും കൂടി ഒരു പ്ലാനൊക്കെ ഇട്ടു, നമ്മുടെ കിണറൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നതിനെ പറ്റി. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ചർച്ചയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ ഞാൻ കറിക്കുള്ളതൊക്കെ അരിഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്നെ ഏതാണ്ടൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് ഇവർ കേട്ടോ. എന്നെ എപ്പോഴും ഓരോന്നെല്ലാം പറഞ്ഞ് കളിയാക്കി. അപ്പോൾ എനിക്ക് വയ്യാതിന് ശേഷം ഞാൻ അങ്ങനെ വെളിയിലോട്ട് അങ്ങനെ അത് ഇറക്കുമില്ലല്ലോ. സത്യം പറഞ്ഞാൽ ഞാനിവിടെയുള്ള മനുഷ്യരെ പോലും കാണുന്നത് ഈ 3 പേരുടെ മുഖം അല്ലാതെ വേറെ ആരുടെയും മുഖം പോലും ഞാനങ്ങനെ കാണുന്നില്ല കേട്ടോ. വെളിയിലോട്ട് അങ്ങനെ ഇറങ്ങുന്നേ ഇല്ല, അതുകൊണ്ടാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഞാൻ പറഞ്ഞ രാവിലെയോ ആരോ എൻ്റെ കാര്യം പറഞ്ഞ് എന്നെ ചീത്ത വിളിക്കാൻ തോന്നുന്നു പറഞ്ഞു. അങ്ങനെ നമ്മൾ തുമ്മുമ്പോൾ എപ്പോഴും അങ്ങനെയാണല്ലോ പറയുന്നത്, ആരോ നമ്മുടെ കാര്യം പറയുന്നു എന്നല്ലേ പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ പച്ചക്കറി എല്ലാം അരിഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നു. അപ്പം ഇവർ കിണറിൻ്റെ അങ്ങോട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ എനിക്കൊന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട് അങ്ങോട്ട്, ഇവരുടെ കൂടെ ചെല്ലണമെന്നും എടുക്കണമെന്നൊക്കെ ഉണ്ട്. കാര്യം ഒത്തിരി ദിവസമായി ഞാൻ ഈ മിറ്റം വിട്ടൊന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് കുറേ ദിവസങ്ങളാണ് കേട്ടോ. അപ്പം എനിക്ക് വന്നിപ്പോൾ ഒരു മാസത്തോളമൊക്കെ ഞാനങ്ങനെ വെള്ളോട്ട് അങ്ങനെ അധികം ഇറക്കമില്ല, വയ്യാത്തതുകൊണ്ടാണ് കൂടുതലും. അപ്പം ഈ പ്രാവശ്യത്തെ വയ്യാഴിക എന്നെ ശരിക്കും അങ്ങ് കിടപ്പിലാക്കി കളഞ്ഞ്. ആ ഒരു ഇതുകൊണ്ടാണ് എനിക്ക് വീട്ടിൽ എന്നെക്കൊണ്ട് പറ്റുന്നതുകൊണ്ട് എന്നേലൊക്കെ ഒന്ന് ചെയ്തതിന് ശേഷം പിന്നെ ഫുള്ള് റെസ്റ്റ് എടുപ്പിലൊക്കെയാണ് പരിപാടി. അപ്പോൾ നമ്മുടെ പച്ചക്കറിയൊക്കെ ഞാനിങ്ങനെ അരിഞ്ഞെല്ലാം സെറ്റാക്കി എല്ലാം എടുത്തപ്പോഴത്തേക്ക് അവർ പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലത്തെ എല്ലാവരും കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം എന്നാൽ പോയിട്ട് വന്നിട്ട് എല്ലാം ഇച്ചിരി കഴിയുമ്പോൾ ഭയങ്കര വെയിലാണ് പറമ്പിലങ്ങോട്ട്, അതുകൊണ്ട് പോയിട്ട് വന്നിട്ട് കഴിക്കാമെന്നും പണ്ട് അവരെല്ലാവരും ഇറങ്ങിയപ്പോൾ കണ്ണനും ചേട്ടനും അച്ചുകൊണ്ടാണ് ഇറങ്ങിയേക്കുന്നത്. കണ്ണനാണ് കേട്ടോ എല്ലാ കാര്യത്തിനും നല്ല സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. എന്നാ പറഞ്ഞാലും ഉണ്ടല്ലോ അവനോട് എന്നാ ജോലി ചെയ്യാൻ പറഞ്ഞാലും ചെയ്യും കേട്ടോ, ഒരു മടിയില്ല. നമ്മൾ ദേഷ്യപ്പെട്ട് പറഞ്ഞാലും സ്നേഹത്തിൽ പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും പുള്ളിക്ക് വിഷയമൊന്നുമില്ല, അവനത് ചെയ്തേച്ചേ പോകത്തുള്ളൂ. അതുപോലെ ചെയ്യുന്ന ജോലി നല്ല വൃത്തിക്ക് ചെയ്യുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ബക്കറ്റ് അവളോടൊന്ന് പിടിക്കാൻ പറഞ്ഞിട്ട് അവളത് പിടിക്കാതെ അങ്ങ് പോയി. ഞാൻ പറഞ്ഞ അവിടെ മേത്തോട്ടം കിട്ടേക്കാൻ പറഞ്ഞു. അതിനവിടെ മേത്തിടാൻ ബക്കറ്റ് ഇട്ടതിന് അവിടെ ഉഗ്രനടിയാണ് രണ്ടും കൂടെ കിടന്നത്. അവൾക്ക് അന്നേരം അവനെ തിരിച്ച് അതുപോലെ ചെയ്യണം. ഞാൻ ഒരു മര്യാദയ്ക്ക് നോക്കണമെന്ന് പറഞ്ഞു. എന്നെ പറഞ്ഞാൽ ഈ പിള്ളേരൊക്കെ ഉണ്ടല്ലോ എത്ര വളർന്നെന്ന് പറഞ്ഞാലുണ്ട് ഇതിൻ്റെയൊക്കെ തമ്മിത്തല്ലും വഴക്കമൊക്കെ തീരുകയല്ലെന്നേ. ഇനി ഏതെങ്കിലും ഒരെണ്ണം എവിടെയെങ്കിലും പഠിക്കാൻ പോയി ഒറ്റയ്ക്കാകണം, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് പിന്നെ
പിന്നെ ഇവരുടെ വഴക്കിൻ്റെയൊക്കെ ഇതൊന്ന് കുറഞ്ഞ് ഇവർ തമ്മിൽ സ്നേഹം ഒന്നും കൂടെ ആകുന്നത്. പക്ഷേ രണ്ടുപേർക്കും കാണാതിരുന്നാൽ ഭയങ്കര വിഷമമാണ് കേട്ടോ, ഇങ്ങനെ വെള്ളമെന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ അവർ കിണറിൻ്റെ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ വീടിൻ്റെ അവിടെ നിന്ന് അങ്ങ് വീഡിയോ എടുക്കുമായിരുന്നു. അപ്പോൾ മോട്ടർ ഇട്ട് കുറച്ച് വെള്ളം, അപ്പോൾ ഈയിടയ്ക്ക് മഴയൊക്കെ പെയ്തുകൊണ്ട് വെള്ളമുണ്ട് ഇഷ്ടംപോലെ കിണറ്റിൽ. സത്യത്തിൽ ഇന്ന് കിണർ തേങ്ങാൻ ഉദ്ദേശിച്ചൊന്നും അല്ലായിരുന്നു കേട്ടോ, ഇച്ചിരി കൂടെ ഒന്നും കൂടെ ഒന്ന് വെയിലൊക്കെ വന്ന് ഇപ്പോൾ ഈ വേനൽ മഴ ഉള്ളതുകൊണ്ട് വെള്ളം നല്ല ഇതായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് മാറിയിട്ട് ചെയ്യാമെന്നൊക്കെ ഓർത്ത്. പക്ഷേ ഞാൻ ഇടയ്ക്ക് ഒരു പ്രാവശ്യം എനിക്ക് ഇപ്പോൾ ഒരു 2 മാസത്തിന് മേളിലായിരുന്നു പറമ്പിലോട്ട് ഇറങ്ങിപ്പോയതാണ് എൻ്റെ ചെയ്യാനായിട്ട്. വാക്കത്തി കിണറിൻ്റെ വക്കേ വെച്ചാണ് ആ വാക്കത്തി കിണറ്റിലോട്ട് അങ്ങ് പോയെന്ന് ഈ വലയെടുത്തപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയതാണ്. പക്ഷേങ്കിൽ അന്ന് മുതൽ ഇത് കിണറൊന്ന് ശരിയാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കിണർ ശരിയാക്കണമെന്ന് പറഞ്ഞാൽ കിണറിലെ വെള്ളം എല്ലാം ഒന്ന് കളഞ്ഞ് കിണർ ഇറക്കാമെന്ന് പറയും ഇവിടെയൊക്കെ. ഞങ്ങളുടെയൊക്കെ ഇങ്ങോട്ട് കിണർ തേകുക എന്ന് പറയും. അപ്പോൾ കിണർ ഇറക്കാനായിട്ട് അങ്ങനെ ഇരിക്കുന്നത്. അപ്പം കണ്ണൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞ ശേഷം സ്വസ്ഥമായിട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞത്. എല്ലാ വർഷവും കിണർ ഇറക്കുന്നതാണ് കേട്ടോ. എനിക്കൊന്നും ഇപ്പോൾ ഒരു 8ാം ക്ലാസ് മുതൽ കാണാനാണ് കിണർ ഇറക്കുന്നത്. നമ്മുടെ കിണർ വലിയ താഴ്ചയൊന്നുമില്ല, പക്ഷേ വെള്ളം പറ്റത്തില്ല ഒരിക്കലും. ഇഷ്ടംപോലെ വെള്ളമുണ്ട്, നമുക്ക് ആവശ്യമുള്ള വെള്ളം നല്ലപോലെ കിട്ടുന്നുണ്ട്. അപ്പം കണ്ണനാണ് എല്ലാ വർഷവും ഇറങ്ങി കിണർ ഇറക്കുന്നത്. ഞങ്ങൾ നേരത്തേക്ക് ആളെ വെച്ചായിരുന്നു ചെയ്യിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു പ്രാവശ്യം ഇതുപോലെ ഞങ്ങൾ കിണർ ഇറക്കുകയും ചെയ്യണം, ആളെ കിട്ടുന്നുമില്ല. എന്നാ ചെയ്യുന്നത് ഇങ്ങനെ പറയുമ്പോൾ ചേട്ടൻ ആദ്യം പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് കണ്ണൻ പറഞ്ഞാൽ ഞാൻ ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെയാണ് കണ്ണനെ ആദ്യമായിട്ട് ഇറക്കുന്നത്. പിന്നെ ഇപ്പോൾ ശീലമായി കേട്ടോ. പിന്നെ ഇപ്പോൾ എല്ലാ വർഷവും കണ്ണനെ ഇറങ്ങി കിണറെല്ലാം നല്ല വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ ഇവരവിടെ നിന്ന് ചെയ്യുന്നത് ഞാനിവിടെ മേളിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതേ എന്നെ കൊണ്ട് പറ്റത്തുള്ളൂ. നമ്മളൊക്കെ വിചാരിക്കും കേട്ടോ, നമ്മളൊക്കെ തന്നെ ഞാനങ്ങനെയായിരുന്നു വിചാരിച്ചിരുന്നത്. ഇവരുടെ കൂടെ എല്ലാ കാര്യത്തിനും ഞാനുണ്ടെങ്കിലേ എല്ലാ കാര്യങ്ങളും ശരിയാവുള്ളൂ, ഞാനും കൂടെ നിന്നാലേ പറ്റത്തുള്ളൂ എന്ന് എനിക്കൊരു തോന്നലായിരുന്നു. കാര്യം എന്നാന്ന് ചോദിച്ചാൽ കിണർ നമ്മൾ ഇറക്കാൻ പറ്റും, നമുക്ക് ഏണിയില്ലേ നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ഇറക്കുന്നത്. അപ്പോൾ ഏണി എടുക്കാൻ പോകുന്നു കണ്ണനും ഞാനും കൂടെ എടുക്കാൻ പോകുന്നത്. അപ്പം ഞാനും കൂടെ ചെന്നാലും ശരിയാവുള്ളൂ എന്നാണ് എൻ്റെ ഒരു ധാരണ. അതുപോലെ തന്നെ ഇത് കയർ കെട്ടുന്നത് ചേട്ടൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു കൊടുത്ത് അത് ചെയ്ത് ചേട്ടൻ അറിയാമെങ്കിലും എനിക്കൊരു പറച്ചിലുണ്ട്, അങ്ങനെ ഇത് കെട്ടണം, ഇങ്ങനെ കെട്ടണം, അവിടെ കെട്ടണം, ഇത് ചെയ്യണം. അതുപോലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കളയുന്നതെല്ലാം ചേട്ടനെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കുന്നത്, ഞാൻ കോരിക്കോളാം എന്ന്. അതൊക്കെ എൻ്റെ ഒരു ഇതായിരുന്നു. കാര്യം ഞാൻ വലിച്ച് കോരിയാലേ ശരിയാവുള്ളൂ. ചേട്ടന് ചിലപ്പോൾ കോരിക്കൊണ്ട് വരുന്ന എനിക്ക് കയ്യിൽ നിന്ന് തൊട്ടി എങ്ങാനും വിട്ടുപോയാലോ, കൊച്ചിൻ്റെ തലയിൽ ചെന്ന് വീണെങ്കിൽ, ഇങ്ങനെ ഒരുപാട് ചിന്തകളായിരുന്നു. പക്ഷേ എല്ലാം എനിക്കിപ്പോൾ ഈ 2 മാസം കൊണ്ട് എനിക്ക് മനസ്സിലായി, ഞാനില്ലേലും എല്ലാ കാര്യങ്ങളും നടക്കും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഞാൻ ഇന്ന് പറഞ്ഞു, ഞാൻ ഈ ലോകത്തുനിന്ന് പോയാലും എല്ലാ കാര്യങ്ങളും അതിൻ്റേതായ രീതിയിൽ നടക്കുമെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ കുറച്ച് ദിവസം നിങ്ങൾക്കൊരു വിഷമം വരുമായിരിക്കും, അയാൾ നമ്മുടെ കൂടെ ഉണ്ടായിട്ട് പോകുന്നതല്ലേ. അതെല്ലാ മനുഷ്യർക്കും അങ്ങനെ തന്നെയാണ്, എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. കാര്യം എൻ്റെ അമ്മ പോകുന്നതിന് മുമ്പ് ഞാൻ ചിന്തിക്കുമായിരുന്നു, അമ്മ ഇല്ലെങ്കിൽ ഞാൻ എന്നാ ചെയ്യും എന്നൊക്കെ. എനിക്ക് അമ്മയില്ലാത്തൊരു ലോകത്തെപ്പറ്റി ചിന്തിക്കാനേ പറ്റത്തില്ലായിരുന്നു. പക്ഷേ അമ്മ പോയിട്ട് ഇപ്പോൾ ഇത്രയും വർഷമായി, ഞാനിപ്പോൾ അതിനോട് അഡ്ജസ്റ്റ് ആയി. നമ്മൾ ഓർക്കുന്നില്ല എന്നല്ല, അമ്മമാരെ നമ്മുടെ വീട്ടിൽ പോയാലും നമ്മൾ ഓർക്കും. പക്ഷേ നമ്മുടേതായ തിരക്കിലേക്ക് പോകുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ അങ്ങ് മറന്നു പോകാറുണ്ട്. പിന്നെ ദൈവം മനുഷ്യന് തന്നേക്കുന്ന ഒരു കഴിവാണ് മറക്കുക എന്നുള്ളത്. നമ്മൾ ഏത് കാര്യവും നമ്മൾ കുറേ കഴിയുമ്പോൾ അങ്ങ് മറക്കുമെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മളതങ്ങ് മാറ്റി നിർത്തും. പൂർണ്ണമായിട്ടും നമ്മൾ ചില കാര്യങ്ങളൊന്നും മറക്കുകയില്ല. അപ്പം അങ്ങനെ കണ്ണനെ കിണറ്റിലേക്ക് ഇറക്കാനുള്ളതെല്ലാം ചെയ്തു. പക്ഷേ ഇത് വീഡിയോയിലൂടെ മാത്രമാണ് ഞാൻ ഈ സംഭവങ്ങളൊക്കെ കാണുന്നത് കേട്ടോ. അത് കാണുമ്പോഴത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ഓർക്കാറുണ്ട്, ഞാൻ അവിടെ നിന്ന് അവൻ ഇറങ്ങുമ്പോൾ അവിടെ പിടിക്കുക, ഇവിടെ പിടിക്കുക, അത് ചെയ്യ് ഭയങ്കര ടെൻഷനാണ് എനിക്കങ്ങ്. പക്ഷേ അവൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്ന കണ്ടപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു, ഞാനില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് തന്നെ നടന്നോളൂ. അങ്ങനെ കിണറിനകത്ത് പിന്നെ അവൻ കിണറിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കുണ്ടല്ലോ ചുറ്റിനുള്ള കാടും ഒക്കെ പറിച്ച് ചേട്ടനും മേളിൽ നിന്ന് കുറേ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മേളത്തെ ഇതെല്ലാം കളഞ്ഞ് ചൂല് കൊണ്ടൊക്കെ തൂത്ത് വൃത്തിയാക്കി അങ്ങനെ നല്ല ഇതായിരുന്നു. നമ്മുടെ അതിനകത്ത് റിങ് ഇറക്കിയിട്ടില്ല കിണറിനകത്ത്, അതുകൊണ്ടുണ്ടല്ലോ നമ്മളതിനകത്ത് റിങ് ഇറക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഈ ചീങ്ക എന്ന് പറയുന്നുണ്ടല്ലോ, ഈ ഒരുമാതിരി നമ്മൾ ഈ വെട്ടുകല്ലൊക്കെ വെട്ടിയെടുക്കുന്ന അതുപോലത്തെ മണ്ണായിരുന്നു കേട്ടോ, വെട്ടി എടുക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ കിണർ കുഴിക്കാൻ വന്നവരും ഒരു വക പണിയാണ് ചെയ്തത്. നല്ലതായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ അത് റൗണ്ടിൽ ഇങ്ങനെ റിങ്ങാക്കി ഇങ്ങനെ നമുക്ക് ചവിട്ടി ഇറങ്ങാൻ പറ്റുന്ന രീതിക്കുള്ള ഇതായിട്ട് ചെയ്യായിരുന്നു. ഇവരങ്ങനെയൊന്നുമല്ല, ഒരു കുഴി കുഴിച്ചു, വെള്ളം കണ്ടു, അവർ പോയി. അങ്ങനെയുള്ള കിണർ കുഴിയായിരുന്നു. പിന്നെ എന്നു വെച്ചാൽ നമുക്കും അന്നേരം കിണർ അത്യാവശ്യമായതുകൊണ്ട് നമ്മളും വലിയ ഇതായിട്ടൊന്നും നിന്നില്ല. പെട്ടെന്ന് ഒരു കിണർ കുഴിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അതങ്ങനെയെല്ലാം ചെയ്തത്. അപ്പോൾ കിണറ്റിലെ വെള്ളമെല്ലാം മോട്ടറിട്ടെല്ലാം പറ്റിച്ചതുകൊണ്ട് പിന്നെ ഒരുപാട് വെള്ളമില്ലായിരുന്നു. അങ്ങനെ കിണറ്റിലേക്ക് ഇറങ്ങി കണ്ണൻ അതിനകം എല്ലാം ഒന്ന് വൃത്തിയാക്കി എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കുവാണേ. ആദ്യം ബനീനൊക്കെ ഇട്ടുകൊണ്ടിറങ്ങി, അതേപ്പോഴത്തേക്ക് ബനീനെല്ലാം ഊരി മേളിലോട്ട് കയറെ കയറ്റി വിട്ടേ, ചെറിയ ബനിയും വേണ്ടാന്ന് പറഞ്ഞു. എനിക്കൊന്ന് ചൂടായിരിക്കും, ഭയങ്കര ചൂടാണ് അതിനകത്തോട്ട് നിൽക്കുമ്പോഴത്തേക്ക്. ഇപ്പോൾ ബനീനും കൂടെ ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അവനങ്ങ് ഭയങ്കര അസ്വസ്ഥത പോലെ. അങ്ങനെ അതിനകത്തുനിന്ന് വെള്ളമെല്ലാം കോരി എല്ലാം കളഞ്ഞ് ആ സമയത്ത് ഇവിടെ നിന്ന് ഈ മോട്ടർ ഇട്ട് കൊടുക്കുകയും ഓഫാക്കുകയും പിന്നെ കിണറ്റിനകത്ത് കഴുകാനുള്ള വെള്ളമെല്ലാം സെറ്റാക്കി കൊടുക്കുക, അങ്ങനെയെല്ലാം ഞാനും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ബാക്കി നമുക്ക് അടുക്കള ജോലി ഇവർ വരുമ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാക്കി എല്ലാം സെറ്റാക്കി വെക്കേണ്ടതില്ല. സാധാരണ ഞങ്ങൾ ഈ ഒരു 10 മണി 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് കിണർ വൃത്തിയാക്കാനായിട്ട് ഇറങ്ങുന്നത്. ആ സമയത്ത് ഇറങ്ങിയാൽ 12 മണി 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ കിണറ്റിലോട്ട് പൊരിയുന്ന വെയിൽ, അവിടെ നിൽക്കുന്നവരും ശരിക്കും വെയിലത്താണ്. ഈ പ്രാവശ്യം ഇവരൊരു 8:30 കഴിഞ്ഞെന്ന് തോന്നുന്നു.
8:30 കേട്ടോ, ഒരു 7:30 ആയപ്പോഴത്തേക്ക് 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇവർ ഇവിടെ നിന്ന് ഇറങ്ങി. 10 മണി 9 മണി ആയപ്പോഴത്തേക്ക് പരിപാടി കഴിഞ്ഞ് കയറി വന്നു കേട്ടോ. അതുകൊണ്ട് വലിയ വെയിലില്ല. തന്നെയല്ല ഇന്നത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാലും ഒരു മങ്ങിയ കാലാവസ്ഥയാണ്. അങ്ങോട്ട് വലിയ വെയിലും വെട്ടവും ഒന്നും ഇല്ലാത്തൊരു മങ്ങിയ കാലാവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വെയിലിൻ്റെ വലിയ പ്രശ്നമില്ലായിരുന്നു. അങ്ങനെ കിണറെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ മേളത്തെ വലയെല്ലാം എടുത്ത് മാറ്റി, എന്നിട്ട് ഒരു ഓലയൊക്കെ ഇട്ടതിന് ശേഷം പോന്ന് ഞാൻ വല്ലാണ്ട് ഒരു മഴക്കാർ പിടിച്ചൊരു കാലാവസ്ഥ. മഴ പെയ്യുമെന്ന് ചോദിച്ചാൽ പെയ്ത്തുമില്ല. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഭയങ്കര ചൂടാണ്, ഭയങ്കര ആവിയാണ് നമുക്കങ്ങ്. ഇങ്ങനത്തെ ഒരു കാലാവസ്ഥയാകുമ്പോഴത്തേക്ക്. വെയിലാണെങ്കിൽ നമുക്ക് അത്ര ഇതില്ല, പക്ഷേ ഇങ്ങനെ ഈ മൂടിക്കിടക്കുന്നൊരു കാലാവസ്ഥ വരുമ്പം വല്ലാത്തൊരു തന്നെ. അപ്പോൾ കിണറിൻ്റെ വൃത്തിയാക്കലെല്ലാം കഴിഞ്ഞ് കയറി വന്നു. അപ്പോൾ നമ്മുടെ കയറൊക്കെയാണ്, വടവാണ് ഇത്. നമ്മുടെ കിണർ കുഴിച്ച സമയത്ത് മേടിച്ച കയറാണ്. ആ കയർ കൊണ്ടാണ് കെട്ടി അതിനകത്ത് ഇറങ്ങുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം അവിടെ ഇട്ടൊക്കെ അതൊക്കെ ഇനി എൻ്റെ പണിയാണ്. പിന്നെ വന്ന് എല്ലാവരും കൂടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുളിയെല്ലാം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മുടെ രാവിലത്തെ ഒരു തിരക്കും കാര്യങ്ങളും ഒക്കെ അങ്ങനെ അങ്ങ് കഴിഞ്ഞു. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. ഇപ്പം നല്ല ചൂടാണ്, ഞാൻ പറഞ്ഞില്ല ഭയങ്കര ആവിയാണ്, പെരയ്ക്കകത്തൊക്കെ നല്ല ചൂട്. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം. അപ്പം നമ്മുടെ ഇന്നത്തെ വീട്ടുവിശേഷങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാമേ.